പെബിൾസ് മലയാളം. നവരാത്രി ഉത്സവത്തിൻ്റെ ഉദ്ഭവ ചരിത്രം. ഇന്ത്യ മുഴുവൻ ഒരേ സമയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദസറ. നവരാത്രി, ദസറ, ദുർഗാപൂജ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനം ദേവതാ ആരാധനയാണ്. മഹിഷാസുരനെ ദുർഗാദേവി നശിപ്പിച്ച ദിവസമാണ് വിജയദശമി. പരാശക്തി ദുർഗയുടെ രൂപമാണ്. ദസറയുടെ ആദ്യ 3 ദിവസം ദുർഗാദേവിക്കും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിക്കും സമർപ്പിക്കുന്നു. ദസറ ഉത്സവത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു കാലത്ത് വരമുനി എന്നൊരു മുനിയുണ്ടായിരുന്നു. അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു ദിവസം മഹാനായ അഗത്തിയാർ തൻ്റെ സ്ഥലത്തുകൂടി വന്നു. അഗത്തിയാറെ വരമുനി നോക്കിയിട്ടും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. വരമുനി തൻ്റെ അഹങ്കാരത്താൽ പകരം അഗത്തിയാറെ അപമാനിച്ചു. ഇതിൽ അഗത്തിയാർക്ക് ദേഷ്യപ്പെടുകയും വരമുനിയെ ശപിക്കുകയും ചെയ്തു. അദ്ദേഹം വരമുനിയെ ഇങ്ങനെ ശപിച്ചു: നിങ്ങളുടെ പ്രതിഷ്ഠായ നഷ്ടപ്പെടുകയും എരുമയുടെ തലയും മനുഷ്യ ശരീരവും ലഭിക്കും. ദൈവത്താൽ നിങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. വരമുനിക്ക് എരുമയുടെ തലയും മനുഷ്യ ശരീരവും നേടി അദ്ദേഹം മഹിഷാസുരനായി മാറി. മുനിമാരെ അദ്ദേഹം നിരന്തരം പീഡിപ്പിച്ചു. മഹിഷാസുരൻ്റെ ക്രൂരത സഹിക്കാനാവാതെ മുനിമാർ ദേവിയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. അവരുടെ മുൻപിൽ ആദിപരാശക്തിയായ ദേവി പ്രത്യക്ഷപ്പെടുകയും മഹിഷാസുരനെ നശിപ്പിക്കാൻ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. വിജയദശമിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ലോകം മുഴുവൻ കീഴടക്കിയ മഹിഷാസുരനെ നശിപ്പിക്കാൻ ദേവി ദുർഗയുടെ രൂപം സ്വീകരിച്ചു. 9 ദിവസം നീണ്ടുനിന്ന യുദ്ധം വിജയദശമി ദിനത്തിൽ അവസാനിച്ചു. ദുഷ്ടശക്തിയായ മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചു. വിജയദശമി ശക്തിയുടെ വിജയ ഉത്സവമായി ആഘോഷിക്കുന്നു. മഹിഷാസുരനെ നശിപ്പിച്ച ശേഷം 10ാം ദിവസം ദസറയായി ആഘോഷിക്കുന്നു. ഈ ചരിത്ര സംഭവത്തിന് സ്മരണയ്ക്കായി ദസറ ഉത്സവത്തിൽ ഭക്തർ ദേവതകളുടെയും ദേവന്മാരുടെയും വേഷം ധരിക്കുന്നു. ദസറ ഉത്സവവേളയിൽ പുരുഷന്മാർ കാളീവേഷം ധരിക്കുന്നത് കാണാം. കാളിയുടെ വേഷത്തിൽ ആളുകൾ കാണുമ്പോൾ ദേവി മുഖാമുഖം വന്നിട്ടുണ്ടെന്ന് കരുതി ഭക്തർ ആരാധിക്കുകയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പതിവാണ്. വിദ്യാഭ്യാസത്തിനായി സരസ്വതി ദേവിയെയും സമ്പത്തിനായി ലക്ഷ്മി ദേവിയെയും വീരത്തിനായി പാർവതി ദേവിയെയും ആരാധിക്കുന്ന ഉത്സവം രാജ്യമെമ്പാടും നവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നു. ദുർഗയെപ്പോലുള്ള എല്ലാ ശക്തികളും ഭദ്രകാളി, അംബ, ജഗദംബ, അന്നപൂർണേശ്വരി, സർവമംഗളദേവി, ഭൈരവി, ചണ്ഡി, ലളിതാദേവി, ഭവാനി, മൂകാംബിക എന്നിവരെയും നവരാത്രി ദിനത്തിൽ ആരാധിക്കുന്നു. 9 ദിവസത്തെ ആരാധനയ്ക്ക് ശേഷം 9ാം ദിവസം കഴിഞ്ഞ് 10ാമത്തെ നാളിൽ വീരലക്ഷ്മിയായ ആദിപരാശക്തി ദേവിയെ ആരാധിക്കുന്നു. ആയുധപൂജയും സരസ്വതി പൂജയും ഒരേ ദിവസം നടക്കുന്നു. ലോകപ്രശസ്തമായ മൈസൂർ ദസറ ഉത്സവവും വിജയദശമി ദിനത്തിൽ ആഘോഷിക്കുന്നു. ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദസറ. ദസറ ഉത്സവത്തിൽ രഥഘോഷയാത്ര കാണാൻ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സഞ്ചാരികൾ മൈസൂരിലേക്ക് ഒഴുകിയെത്തും. മൈസൂർ ദസറ ഉത്സവം പോലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖർ പട്ടണത്തിൽ നടക്കുന്ന ദസറ ഉത്സവവും വളരെ പ്രസിദ്ധമാണ്. ഈ ഉത്സവത്തിനായി ആയിരക്കണക്കിന് ആളുകൾ അരുൾമികു മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു. നവരാത്രിയിലെ എല്ലാ ദിവസങ്ങളിലും മാത്രമല്ല, വർഷം മുഴുവൻ ദേവിയെ സ്തുതിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ലഭിക്കുന്നു.
രാജകുമാര പ്രണാമം. ഓ, ദേവന്മാരോ? എല്ലാവരും ഒന്നുചേർന്ന് എന്നെ കാണാൻ വന്നതിന്റെ ഉദ്ദേശം? മഹിഷി സാധാരണ പെണ്ണല്ല, ക്രൂരയായ രാക്ഷസി. അതുകൊണ്ട് അങ്ങയ്ക്ക് തുണയായിരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ക്ഷമിക്കണം ഋഷിവര്യ, മഹിഷിയെ സംഹരിക്കാനാണ് പരമശിവനും മഹാവിഷ്ണുവും എനിക്ക് ജന്മം നൽകിയത്. ആ ജോലി ഞാൻ ചെയ്തു കൊള്ളാം. അയ്യോ, കനത്തൊരു ശബ്ദം. മഹിഷി വരുന്നുണ്ട്. മൃഗങ്ങൾ പേടിച്ചോടുകയാണ്. ഭൂമി കുലുങ്ങുന്ന നടത്തം. നീയാണോ അസുരകുലത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ബാലകൻ? ഈ മഹിഷിയോട് ഏറ്റുമുട്ടാൻ ഒരു ചുള്ളിക്കമ്പിനെ അയച്ചിരിക്കുന്നു. നിന്റെ അഹങ്കാരം നശിക്കാൻ സമയമായിരിക്കുന്നു. എന്ത്? എന്നോട് നീ പരാക്രമം കാട്ടുകയോ? ഇതാ, ഒരു ഞൊടിയിടയിൽ നിന്റെ കഥ കഴിക്കും ഞാൻ. മഹിഷി മണ്ണിൽ വീണു. മണികണ്ഠൻ ചുവന്ന കണ്ണുകളുമായി അവളുടെ മേലെ കയറി ശൗര്യത്തോടെ ദേവന്മാർക്ക് ദർശനം നൽകി. ദേവന്മാർ സന്തോഷത്താൽ പുഷ്പവൃഷ്ടി നടത്തി. ദേവകുമാര, നന്ദി. എനിക്ക് ശാപമോചനം കിട്ടി. എന്നെ അങ്ങ് വീണ്ടും പെണ്ണാക്കി മാറ്റി. ശരിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ പതി ദത്തന്റെ ഇഷ്ടത്തിന് വിപരീതമായി നടന്ന് അവന്റെ കോപത്തിന് പാത്രമായി രാക്ഷസിയായി ജീവിക്കുവാൻ ശാപം വാങ്ങി. നീ ഇപ്പോൾ ശാപവിമുക്തയായിരിക്കുന്നു. ഈശ്വര, കേട്ടാലും എല്ലാ മനുഷ്യരെയും പോലെ ഞാനും കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ശാപമോക്ഷം തന്ന അങ്ങയെ ഞാൻ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പഴയ ലീലയായി മാറിയ മഹിഷി മണികണ്ഠനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ മണികണ്ഠൻ അവളുടെ അപേക്ഷ സ്വീകരിച്ചില്ല. ലീലേ, ഞാൻ ഈ ജന്മത്തിൽ ബ്രഹ്മചാരിയായി ജീവിക്കാൻ പിറവിയെടുത്തവനാണ്.
എന്നെ കാണാൻ വരുന്ന ഭക്തരിൽ ഒരു കന്യസ്വാമിയെങ്കിലും ഇല്ലാതെ വരികിൽ അന്ന് ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. ഇനി നീ മാളികപ്പുറത്തമ്മ എന്ന തിരുനാമത്തോടെ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളുക. പിതാശ്രീ, അങ്ങയുടെ ആജ്ഞപ്രകാരം മഹിഷിയെ ഞാൻ സംഹരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേവന്മാർക്കും മുനിമാർക്കും അവളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഞാൻ ഈ ഭൂലോകത്തിൽ ചെയ്തു തീർക്കേണ്ട മറ്റു കടമകൾ എന്താണ്? മണികണ്ഠ, പന്തള മന്നൻ രാജശേഖരൻ ശിവഭക്തി നിറഞ്ഞവനാണ്. എന്നെക്കുറിച്ചുള്ള ജ്ഞാനം അവന് നീ തന്നെ പ്രദാനം ചെയ്ത് മുക്തിയേകുക. ഐങ്കരനും ആറുമുഖനും അനുജനായി പിറന്ന നീ ഇനി മുതൽ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടും. ദേവേന്ദ്രൻ ഇപ്പോൾ പുലിയായി മാറി നിന്റെ കൂടെ വരും. ദേവന്മാരും നൂറുകണക്കിന് പുലികളായി നിന്റെ കൂടെ പന്തളത്തേക്ക് വരും.